നിങ്ങളും എന്നെ പോലെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? പക്ഷേ ഈ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളായിരിക്കും അല്ലേ മുന്നിലേക്ക് വരുന്നത്. ഒരു ചെറിയ മുതൽ മുടക്കിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുമോ? അത് പ്രോഫിറ്റബിൾ ആകുമോ? പിന്നെ വേറെ ആരുടെയെങ്കിലും സഹായമില്ലാതെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള എൻ്റെ ചോദ്യങ്ങൾ ചെന്ന് എത്തിയത് ഒരു അടിപൊളി ബിസിനസ്സിലേക്കാണ്. പേപ്പർ ബാഗ് നിർമ്മാണം. പക്ഷേ ആദ്യം ഇത് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ആവശ്യമല്ലേ? അപ്പോൾ പേപ്പർ ബാഗ് എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പഠിക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്ക് ആദ്യം പോകാം. അപ്പോൾ എങ്ങനെ പോവല്ലേ? നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജോജു പുളിക്കൻ സാറാണ്. അദ്ദേഹം മാർലോ പേപ്പർ ബാഗ് കമ്പനിയുടെ ഡയറക്ടറാണ്. ഒരു പേപ്പർ ബാഗ് ബിസിനസ് എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെ നമുക്ക് ജോജു സാറിനോട് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. വർക്ക്ഷോപ്പൊക്കെ എങ്ങനെയൊക്കെ പോയി? അടിപൊളിയായിട്ട് നന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അടുത്ത ആൾക്കാരുടെ? കൊള്ളാം. ഫസ്റ്റ് ഡേ ആണ്. ഇനി നാളെ നമുക്ക് പ്രിന്റിങ്ങിന്റെ വർക്ക്ഷോപ്പ് കൂടി ഉണ്ട്. കൂടുതൽ എത്ര പ്രായ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ? സത്യത്തിൽ ഇതിൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ 30 ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഈ 60-70 വയസ്സുള്ള ആളുകളും വരുന്നുണ്ട്. സാറിന്റെ ഇത് എത്രാമത്തെ ബാച്ചാണ്? ഓക്കെ, ഞങ്ങളെ സംബന്ധിച്ച് എത്രാമത്തെ ബാച്ചാന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങളിങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും നമുക്ക് ട്രെയിനിങ് സെന്റർ ഉണ്ട്. നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശ്വരനഗരമാണ് ഞങ്ങൾക്ക് മധ്യപ്രദേശിൽ വരെ ഒരു ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളൊരു 2013 ഈ പേപ്പർ ബാഗിൻ്റെ ട്രെയിനിങ് തുടങ്ങിയത്. പക്ഷെ കൊറോണയ്ക്ക് ശേഷമാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതും. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമൊക്കെ ആൾക്കാരുടെ കാഴ്ചപ്പാടനാകെ മാറിയിട്ടുണ്ട്. ഈ സംരംഭകത്തിലേക്ക് വരാമെന്നുള്ള ഒരു സ്വയം സംരംഭം എന്നുള്ളത് ആളുകൾക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക ചുറ്റുപാടിലൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് കുറേ കൂടി ആളുകൾ സീരിയസ് ആയിട്ട് കാണുകയും സീരിയസ് ആയിട്ട് വരികയും ചെയ്തിട്ടുള്ളത്. സാറേ, എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് സാറിൻ്റെ ഒരു വിഷൻ എങ്ങനെയാണ് വരുന്നത്? എൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ വിഷൻ എന്ന് പറഞ്ഞാൽ മാർലോ പേപ്പർ ബാഗ്സ് എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം എന്താണെങ്കിൽ 1-2 ആളുകൾക്ക് ചെറിയൊരു സ്വയം സംരംഭത്തിലൂടെ ഒരു കൊച്ചു വരുമാനം ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷ്യം പൂർത്തീകരിക്കും. അപ്പോൾ ഒരു ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള എയിം. കൊച്ചു യൂണിറ്റുകൾ. ഇതിനെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ശാരീരിക ക്ഷമതയോ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ഇത് ഉണ്ടാക്കണം താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും കഴിയും. പിന്നെ വലിയൊരു സാമ്പത്തിക മുതൽ മുടക്കൊന്നും ഇതിന് ആവശ്യമില്ല. ഏകദേശം ഇവിടുന്ന് പഠിച്ചിറക്കുന്ന ആൾക്ക് എത്ര ഒരു ചെലവ് വരും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സംരംഭം? ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു മുതൽ മുടക്കില്ല. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതും ഉണ്ടാക്കുന്നതും കസ്റ്റമൈസ്ഡ് ബാഗ്സാണ്. അപ്പോൾ ഒരു കസ്റ്റമർ ഏത് ബാഗാണ് ഓർഡർ തരുന്നത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് തുടക്കത്തിൽ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഞാനൊരു 500 ബാഗിൻ്റെ ഓർഡർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 500 ബാഗിൻ്റെ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണ് എൻ്റെ മുതൽ മുടക്ക്. പിന്നെ ഇതിനെ സംബന്ധിച്ചോളം വീട്ടിലെല്ലാവരും ചേർന്ന് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരും കൂടി നമുക്കിതിൽ ഭാഗമാക്കിക്കൊണ്ട് നമുക്ക് പേപ്പർ ബാഗ് നിർമ്മാണം ആരംഭിക്കാൻ പറ്റും. വലിയൊരു ഷെഡോ അങ്ങനെ ഒന്നും വേണ്ട. നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ നമുക്കിത് ആരംഭിക്കാൻ കഴിയും. അപ്പോൾ മാർക്കറ്റിൽ ഈ പേപ്പർ ബാഗിൻ്റെ പ്രാധാന്യം എങ്ങനെയൊക്കെ ആയിരിക്കും ഭാവിയിലേക്കും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ? യെസ്, ഇപ്പോൾ പേപ്പർ ബാഗിൻ്റെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ തീവ്രത നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങളെയും പിന്നിൽ പ്ലാസ്റ്റിക് ആണെന്നുള്ളതൊക്കെ എല്ലാവരും ബോധവാന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഫീൽഡിൽ നിന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ കർക്കശമായിട്ട് തന്നെ പ്ലാസ്റ്റിക് നിരോധിച്ച് അത് നിരോധനം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണേ. പല കടക്കാരും അതായിട്ട് ഒത്തുചേർന്ന് ഇപ്പോൾ പലരും ഒഴിവാക്കുന്നുണ്ട്. എന്നാലും ചില കടക്കാർ എന്തിലുണ്ടല്ലോ, എന്ത് നിയമത്തിലുണ്ടല്ലോ, ചില ലംഘിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഈ പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ പ്രസക്തിയുള്ള ഒരു ബിസിനസ്സാണ്. ഏത് ചെറിയൊരു സാധാരണക്കാരനും കടന്നു വരാവുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലായാലും കൂടുതലും ഈ പേപ്പർ ബാഗ് അധിഷ്ഠിതമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ പേപ്പർ അധിഷ്ഠിതമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് കുറേ കൂടെയൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ശക്തമാവാൻ പറ്റും. ആരാണ്
ഇതിനെ അതിജീവിക്കുന്നത് അവർക്കൊക്കെ ഇതിൽ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും. സാർ, ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും പിന്നെ സാറിൻ്റെ ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? യെസ്, ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പേപ്പർ ബേക്കറി എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ബാഗുകളുണ്ട്. അതിന് ബി ബോട്ടം ബാഗ് എന്നാണ് പറയുക. അതൊക്കെ ലാർജ് സ്കെയിലിൽ നമ്മളൊരു 50 കൊല്ലമായിട്ട് കാണുന്ന ഒരു ബാഗാണ്. അത് കൂടുതലും നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് ഈ തമിഴ്നാട്, ഗുജറാത്തിൽ നിന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പേപ്പർ ബാഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കസ്റ്റമൈസ്ഡ് ബാഗാണ്. ഒരാൾക്ക് വേണ്ട ബാഗല്ല അടുത്ത ആൾക്ക് വേണ്ടത്, അടുത്ത ആൾക്ക് വേണ്ട ബാഗല്ല മറ്റൊരാൾക്ക് വേണ്ടത്. എല്ലാവരും ഒരുപോലെയാണ്. കടക്കാരാണെങ്കിൽ വ്യത്യസ്തമായ ബാഗാണ് വേണ്ടത്. പല ഒക്കേഷനും പല രീതിയിലുള്ള മോർ ദാൻ നമുക്ക് ചില കടക്കാർ, ഇപ്പോൾ ഞാനും മാഡം ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വേണ്ട ഡിഫറെൻറ്റ് ബാഗാണ്. മാഡത്തിന് മാഡത്തിൻ്റെ സൈസ്, മാഡത്തിൻ്റെ പേപ്പർ, എനിക്ക് എൻ്റെ സൈസ്, എൻ്റെ പേപ്പർ. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളാണ്. ഇതൊന്നും ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവർ വലിയ കമ്പനിയിൽ വലിയ പ്രൊഡക്ഷൻ നടക്കണേ. നമ്മളെ സംബന്ധിച്ചോളം ചെറിയ ചെറിയ കടക്കാർ നമ്മൾ നേരിട്ട്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്നവർ, അവർക്ക് പരിചിതമായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും, അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും. കാരണം വളരെ പരിമിതമായിട്ടുള്ള ക്വാണ്ടിറ്റി അവർക്ക് വേണ്ട. ഒരു 500,000 എന്നൊക്കെ പറയുന്നത് ഇവർക്ക് കൈകൊണ്ടാണ് നിർമ്മിച്ചിട്ട് ഇവരുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് അവിടെ നിന്ന് ഇവർക്ക് മാർക്കറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ലാർജ് സ്കെയിലിലെ ഈ പേപ്പർ ബാഗിൻ്റെ ബിസിനസ് ഇപ്പോഴും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഈ കസ്റ്റമൈസ്ഡ് ബാഗ് ആയതുകൊണ്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി വേണ്ടു. അതൊന്നും ലാർജ് സ്കെയിൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഒരു വലിയ ഓർഡർ ആണെങ്കിലാണ് ഈ ലാർജ് സ്കെയിൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ ഓർഡറുകളാകുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് ആ ഓർഡർ കവർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. സാർ, ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിൻ്റെ മിഷനറീസ് എന്തൊക്കെയായിരിക്കും? യെസ്, മിഷനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം തന്നെ ഇവരെ കൈകൊണ്ട് പഠിപ്പിച്ച് അതിലിവരെ എക്സ്പെർട്ടായൊക്കെ ചെയ്യണത്. അതിൻ്റെ അളവ് എങ്ങനെ എടുക്കണം, എങ്ങനെ ഏതൊക്കെ പേപ്പർ ബാഗ്, ഏതൊക്കെ പേപ്പറുകൾ സെലക്ട് ചെയ്യണം, അതിന് GSM എങ്ങനെയാണ്, BF എങ്ങനെയാണ്, അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ GSM എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ തിക്നെസ് ആണ് GSM എന്ന് പറയുന്നത്. BF എന്നൊക്കെ പറഞ്ഞ പേപ്പറിൻ്റെ സ്ട്രെങ്ത്തിനെ പ്രതിപാദിക്കുന്നതാണ് BF. ഓക്കെ, അതൊക്കെ നമ്മൾ ബോധവാന്മാരേക്ക് ഇവരെല്ലാ തരം ബാഗുകൾ ഉണ്ടാക്കാനായിട്ട് ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ എക്സ്പെർട്ടാക്കാനുള്ള മറ്റുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഷനറി എന്ന് പറയുന്നത് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ 1 കോടി രൂപയ്ക്ക് വരും. പേപ്പർ ബാഗിന് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നിർമ്മാണത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഒരു ക്രീസിംഗ് മെഷീൻ എന്ന് പറഞ്ഞ മെഷീനാണ്. ക്രീസിംഗ് മെഷീൻ അതുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 1000, 2000, 3000 ബാഗ് ഉണ്ടാക്കാൻ കുറച്ച് സമയം മതി. ഒരു ക്രീസിംഗ് മെഷീനും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഒരു ക്രീസിംഗ് മെഷീനെ സംബന്ധിച്ചിടത്തോളം പല കാറ്റഗറീസും ഉണ്ട്. ക്രീസിംഗ് മെഷീൻ 65,000 രൂപയുടെ ഉണ്ട്, 1,20,000 രൂപയുടെ ഉണ്ട്. ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് മെഷീനറീസ് ആക്കാം. ഒപ്പം തന്നെ മറ്റുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു 1.5 ലക്ഷം രൂപയാണെങ്കിൽ നല്ലൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, മെഷീനറിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട്. സാർ, ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടേ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ ബാക്കിയുള്ള സപ്പോർട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഇരിങ്ങാലക്കുടയാണ്. അതുപോലെ എറണാകുളത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഓഫീസ് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയിട്ട് ഇവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരുടെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് നേരിട്ട് കിട്ടുക, അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റുകൾ, പേപ്പർ ഇവിടുന്ന് കിട്ടുക, ഹാൻഡിൽ ഇവിടുന്ന് കിട്ടുക, ഇതൊക്കെ ഞങ്ങൾ ഇവർക്ക് നമ്പർ കൊടുത്തുകൊണ്ട് ഇവർക്ക് നേരിട്ട് പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് ഇവർക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുള്ള എല്ലാ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് മത്സരിക്കാൻ പറ്റുള്ളൂ വിപണിയിൽ. അതുകൂടാതെ ഇനിയിപ്പോൾ ഇവർക്ക് ലോണിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അറിവും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ ലോണാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്, എത്ര സബ്സിഡി ഉണ്ട്, അത് കിട്ടാൻ വേണ്ട കാര്യങ്ങൾ എന്താണ്. ചെറിയ ലോണൊക്കെ ആകുമ്പോൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ പോലും സഹായമില്ലാതെ നമുക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ എറണാകുളത്തെ ഓഫീസും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടത്തെ ഓഫീസൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവരെ പോലുള്ള സംരംഭകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, എല്ലാവരും സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സർ, സാറിൻ്റെ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാർജ് സ്കെയിലിൽ ഈ ഒരു ബിസിനസ് തുടങ്ങിയ ആരെങ്കിലുമൊക്കെ സാറിന്? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ പറയാം, ഏറ്റവും നമുക്ക് എപ്പോഴും മനസ്സിൽ ഏറ്റവും അടുത്ത് നടന്ന സംഭവമാണ്. ഞങ്ങൾ കോഴിക്കോട് CMI അച്ഛന്മാരുടെ ഒരു സംഘടനയുണ്ട്. അവിടെ ജോസ് പ്രകാശത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മനോരമയും കൂടി ചേർന്നിട്ട് അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15ഓളം ആളുകൾ കോഴിക്കോട് ഒരു വലിയ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചിട്ട് എന്നോട് നന്ദിയൊക്കെ പറയുന്നുണ്ടായി. അതുപോലെ തന്നെ ഒരു അങ്കമാലൂർ സിസ്റ്റേഴ്സ് നല്ല യൂണിറ്റ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ തന്നെ ഇരിങ്ങാലക്കുട തന്നെ എനിക്ക് തോന്നുന്നു ഒരു 9ഓളം യൂണിറ്റ് വളരെ ശക്തമായിട്ട് 3-4 പേരൊക്കെ ആയിട്ട് തുടങ്ങിയ യൂണിറ്റാണ്. ഇപ്പോൾ 3 കൊല്ലമായി അവർ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. തുടക്കത്തിൽ അവർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അവരോട് സംശയം ചോദിക്കേണ്ട ആ ഘട്ടത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. യെസ്, തീർച്ചയായും. അതെ, അതിന്റെ ഫലം ഒരു ചെടി അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. സാർ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? തീർച്ചയായിട്ടും അതൊരു ആകസ്മികമാണ്. ഞാൻ ശരിക്കും ഒരു അഡ്വർടൈസ്മെന്റ് യൂണിറ്റ് ആയിരുന്നു എനിക്ക്.
പരസ്യ സംവിധാനമൊക്കെ ഞാൻ 2 തിയേറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം പിന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനെ പുതിയതായിട്ട് എപ്പോഴും ചിന്തിക്കുകയും അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഒരു മനസ്സായിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ ബാംഗ്ലൂർ ഒരു പേപ്പർ ബാഗ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ പേപ്പർ ബാഗ് നിർമ്മാണത്തിലേക്ക് കടക്കാതെ ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗിൻ്റെ ട്രെയിനിങ്ങിലേക്ക് വരുവാനുള്ള കാരണം. പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ നമ്മളുള്ള കാരണം കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി, ആളുകളെ ഏറ്റെടുത്തപ്പോൾ ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു. സാർ, ഈ ഒരു പേപ്പർ ബാഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആള് എന്തൊക്കെ വെല്ലുവിളികൾ അദ്ദേഹം ഒന്ന് കരുതിയിരിക്കണം? അത് നല്ല ചോദ്യമാണ് മാഡം. ഒന്നാമത് തന്നെ ഇതിൽ ഒരു നല്ല തീരുമാനം എടുത്തിട്ട് ഇതിലേക്ക് ഇറങ്ങാന്നുള്ളതാണ് കാര്യം. ഒരു ആവേശത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ചിന്ത ഇല്ലാതെ ഇറങ്ങേണ്ട ഒരു ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നന്നായിട്ട് പഠനം എനിക്ക് ചേരുന്ന ബിസിനസ്സാണോ ഇതെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. പിന്നെ ഒരു ബിസിനസ്സും ഒരു 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടോ നമുക്ക് റിസൾട്ട് തരില്ല. ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, എല്ലാ ബിസിനസ്സും ഉള്ള പോലെ തന്നെ ഇതിലും അതിൻ്റെതായുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഒരു പേപ്പർ ബാഗിന്റെ വിപണി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഏതിനെയും ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കീഴ്പ്പെടുത്താവുന്ന ഒരു മേഖലയുള്ള പേപ്പർ ബാഗിന്റെ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരുണ്ട്. പിന്നെ നമ്മുടെ ബിസിനസ് തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സ്വീകാര്യതയുണ്ട്. ഞങ്ങൾ പേപ്പർ ബാഗ് വിപണനം കൂടെ നടത്തുന്നുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു 8-10 പേര് എൻ്റെ കീഴിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് പേപ്പർ ബാഗിൻ്റെ നിർമ്മാണത്തിൽ. അപ്പോൾ തുടക്കത്തിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊരു വിപണി ഉണ്ടാവും. ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മലയുടെ കീഴിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വഴികളൊന്നും അറിയില്ല. പക്ഷെ മല കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വഴികളൊക്കെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. മല കയറി തുടങ്ങുമ്പോൾ മലയുടെ അടിവാരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മലയൊക്കെ വ്യക്തമായിരിക്കും, വഴികളൊക്കെ വ്യക്തത ഉണ്ടാവില്ല. കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാണാൻ കഴിയും. യെസ് സാർ, ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക്, പേപ്പർ ബാഗ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിലേക്ക് ഇനി ഭാവിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സാറിന് എന്താ ഒരു അഡ്വൈസ്, ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്താ? തീർച്ചയായിട്ടും മാഡം, നമ്മളെ ഓരോ നിമിഷങ്ങളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. നമ്മളിന്നും ഒരു നിമിഷം കടന്നുപോയാൽ നമ്മുടെ ഒരു അവസരമാണ് കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചില ആളുകളൊക്കെ സമയം വെറുതെ അലസമായിട്ട് വെറുതെ കളയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേപ്പർ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ കണക്കിൻ്റെ ആധിക്യമോ അല്ലെങ്കിൽ മിഷണറിയുടെ ആധിക്യമോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് അവരവരെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ തന്നെയുണ്ട്, അലസ നിമിഷങ്ങളെ ആദായകരമാക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം. അപ്പോൾ നിങ്ങൾ പല ബിസിനസ്സും തുടങ്ങി പരാജയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കൊരു സ്കോപ്പുള്ള ബിസിനസ്സാണ്, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യത കൂടുതലുള്ള ബിസിനസ്സാണ് ഈ പേപ്പർ ബാഗ് നിർമ്മാണം. ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെല്ലാവരെയും ഇതിൽ പരിപൂർണമായിട്ടുള്ള അറിവ് നൽകിക്കൊണ്ട്, പരിപൂർണമായിട്ടുള്ള അറിവെന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ തുടങ്ങാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതൊക്കെ ഞങ്ങൾ A to Z കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ യൂണിറ്റ് സജ്ജമാക്കി തരാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇത്ര നേരം മൈഫിൻ ടിവിയുടെ പ്രേക്ഷകരോട് സംസാരിച്ച ജോജു സാറിന് എൻ്റെ എല്ലാവിധ നന്ദിയും അതുപോലെ തന്നെ ആശംസകളും. സാറിൻ്റെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇനിയും ഭാവിയിൽ ഈ പേപ്പർ ബാഗ് എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി വലിയ ബിസിനസ്സിലേക്ക് പോട്ടെ, സാറിന് അഭിമാനിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. നമസ്കാരം. താങ്ക് യു മാഡം. ഒരു പേപ്പർ ബാഗ് കമ്പനി എങ്ങനെ തുടങ്ങാം എന്നതിനെ പറ്റിയുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ജോജു പുളിക്കൻ സാറ് നമ്മുടെ അടുത്ത് പങ്കുവച്ചു. പക്ഷെ ഒരു പേപ്പർ ബാഗ് കമ്പനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ബാഗ് കമ്പനിയിൽ പോയേ മതിയാവത്തുള്ളൂ. അപ്പോൾ നമുക്കിന്ന് അങ്ങനെ ഒരു കമ്പനിയിലേക്ക് തന്നെ പോവാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്രേറ്റ് പേപ്പർ ബാഗ്സിലാണ്. ഗ്രേറ്റ് പേപ്പർ ബാഗ്സിന്റെ ഓണേഴ്സ് ഐലിൻ ചേച്ചിയും അമീഷ് ചേട്ടനുമാണ് ഇപ്പം നമ്മുടെ കൂടെ. രണ്ടുപേരും നമുക്ക് രണ്ടുപേരോടും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, ചേട്ടാ, നമസ്കാരം. അപ്പോൾ ഈ ഗ്രേറ്റ് പേപ്പർ ബാഗിന്റെ പിന്നിലുള്ള ഒരു പ്ലാനിങ് ആരുടെ ആയിരുന്നു? ചേച്ചിയുടെ ആയിരുന്നു, ചേട്ടന്റെ ആയിരുന്നു? ആരായിരുന്നു ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്? ചേട്ടൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ ചേട്ടന് ആ ഒരു പ്ലാനിങ് വന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, ഈ ഒരു സംരംഭം തുടങ്ങേണ്ട സാഹചര്യം എങ്ങനെയായിരുന്നു? അത് 2019 ലാസ്റ്റോടെ നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായിട്ട് നോൺ പോകണം, പ്ലാസ്റ്റിക്കും ബാൻ ചെയ്യുമെന്നും പറഞ്ഞ് പത്ര ന്യൂസ് ഉണ്ടായിരുന്നു.
അതോട് അനുവദിച്ചിട്ടാണ് ഞങ്ങൾ പേപ്പർ ബാഗ് എന്നുള്ള സ്ഥാപനം തുടങ്ങാമെന്ന് ആലോചിച്ചത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു ഒക്ടോബർ ഒരു 5-6 മാസം മുമ്പ് തന്നെ ഇതിനു വേണ്ടി മെഷീൻസൊക്കെ അന്വേഷിച്ച് പല രീതിയിലും പല സ്ഥലത്തും കോയമ്പത്തൂരും ചെന്നൈ അങ്ങനെ പല സ്ഥലത്തും പോയി മെഷീനറികൾ കണ്ടു. ചെറിയ ചെറിയ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും? അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ ആ ഒരു ടൈമിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഒരു ബിസിനസ് എന്ന രീതിയിൽ? ഈ മെഷീൻ ഞങ്ങൾ വാങ്ങിയത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. ഇത് ഇൻസ്റ്റാളേഷന് നമുക്കറിയില്ലായിരുന്നു എന്താണ് സംഭവിക്കുന്നത്. ഞങ്ങൾ ഗവൺമെൻറ് പറഞ്ഞ മാനദണ്ഡങ്ങളിലൂടെ തന്നെ ആളെ വെട്ടിച്ചു ഇൻസ്റ്റാളെല്ലാം ചെയ്യിപ്പിച്ചു. പക്ഷേ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ട്രെയിനിങ് തരാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാൻ തയ്യാറില്ല. വളരെ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. അതുമാത്രമല്ല അതിൻ്റെ ഇടക്ക് റോഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടുകാർ നമ്മളെ ഒരുപാട് പറ്റിച്ചു. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ ആദ്യം കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ബിൽഡിംഗ് പൊളിച്ചു വന്നപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ പ്രതീക്ഷ പൈസ ഒന്നും ഇല്ല. ഒരു 38 ലക്ഷം രൂപ നമുക്ക് ടോട്ടലി ചിലവായിട്ടുണ്ട്. KCBന്ന് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു. വീട്ടിലെല്ലാം തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സബ്സിഡി കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ബാങ്കിൻ്റെ കെയർ ഓഫിലെന്ന് പറഞ്ഞാൽ ബാങ്ക് നമുക്ക് അതുപോലെ ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. SBIന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സമയത്ത് ഞങ്ങൾ കണ്ടിരുന്നു അതിൻ്റെ ലാഭവും അതിനുള്ള സാധ്യതയും കാര്യങ്ങളെല്ലാം. വീണ്ടും അത് നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങൾ ഇതിപ്പോഴും ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നല്ലൊരു ബിസിനസ്സാണ്. കേരളത്തിൽ പ്ലാസ്റ്റിക് നോമ്പുകളൊക്കെ ബാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പേപ്പറിൽ തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നു. അപ്പം അതുകൊണ്ട് ഇത് നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ ഗവൺമെൻറ് ഇതറിഞ്ഞ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, വേറെ ഒന്നുമില്ല. അപ്പോൾ ചേട്ടാ, ഈ ഒരു ബിസിനസ്സിലേക്ക് പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ചേട്ടൻ നൽകുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? കാരണം ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ തന്നെ പറഞ്ഞു ഒരുപാട് ഫ്രോഡൊക്കെ ചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചേട്ടൻ എന്താണ് അഡ്വൈസ് കൊടുക്കുന്നത്? അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു സൈഡായിട്ട് ചെറിയൊരു ബിസിനസ്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു മെഷീനറി വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തൊഴിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചേട്ടാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എന്നെയും അതുപോലെ തന്നെ പ്രേക്ഷകരെയും ഒക്കെ ഒന്ന് കാണിച്ചു തരാമോ? ഉറപ്പായിട്ടും. ഓക്കെ, ശരി. ഇപ്പോൾ താഴെ കണ്ട മെഷീനിൽ നിന്നും നമ്മൾ അവിടെ നിന്ന് ആകുന്ന ബാഗ് എന്ന് വെച്ചാൽ അറ്റം ഏകദേശം ഇതേപോലെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മെഷീനിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ട് അറ്റം ലെവലാക്കി എടുക്കുകയും ചെയ്യാറ്. ഇതേപോലെ അറ്റം ഇതുപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. ഇതാണ് ഞങ്ങൾ വളരെ ലോ കോസ്റ്റിലായിട്ട് കൊടുക്കുന്ന ബാഗുകളാണ് ടെക്സ്റ്റൈൽസിൽ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രീമിയം ബാഗാണ്. ഈ പ്രീമിയം ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ തന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ സംരംഭമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഷീറ്റ് വാങ്ങി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് മാനുവലായിട്ട് കൈ വെച്ച് തന്നെ മടക്കി ബാഗാക്കാൻ പറ്റും നമുക്ക്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ഒന്ന് സ്പീഡാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീസിങ് മെഷീനിൽ നമുക്ക് ഇപ്പോൾ ഞാൻ കൈ വെച്ച് മടക്കി കാണിച്ചില്ല, അത് ഈ മെഷീനിലൂടെ മാർക്കിട്ടിട്ട് ആ മാർക്ക് നോക്കി മടക്കിയാൽ മതി. ചെയ്തു ഗം ചെയ്യണേണ് ഇവരിത് ഒപ്പം വെക്കും. ഷീറ്റ് ഒരു 5-6 ഒപ്പം വെച്ചിട്ട് ഗം ചെയ്യും. ഇവിടെ 2 മാർക്കിംഗ് ലൈൻ ഉണ്ട്, അവിടെ വെച്ചാണ് നമ്മളിത് ഫോൾഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കിത് സൈഡ് മടക്കിയെടുക്കാം. ബോക്സ് ബോട്ടം ആകുമല്ലോ. ഈ ലൈൻ സ്ട്രെയിറ്റ് വരണം. അടുത്ത വീണ്ടും ഈ 2 ലൈൻ ഇവിടെ ഉണ്ട്, ആ 2 ലൈൻ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബോക്സ് ബോട്ടം ആകും. നമ്മൾ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ബോക്സ് ഒട്ടിക്കാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഇതിൻ്റെ 2 എൻഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ബോക്സ് ആക്കാം. പശയുള്ള വശം പുറത്തേക്ക് ആക്കി. ഇനിയിപ്പോൾ 2 സൈഡിലും നമ്മൾ ഹാൻഡിൽ ഒട്ടിക്കാൻ വേണ്ടി പോണേണ്.
കസ്റ്റമർ തരുന്ന ഡിസൈൻ ലോഗോ വെച്ചിട്ട് നമ്മൾ ഡിസൈൻസ് ചെയ്ത് ഇവിടെ തന്നെ കൊടുക്കും. വൈറ്റ് പേപ്പറിൽ റിവേഴ്സ് പ്രിൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ പല മോഡലുകളാണിത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഹാൻഡിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ത്രെഡ് ആണെങ്കിൽ ത്രെഡും ഇടാം. ഇത് പേപ്പർ ക്രാഫ്റ്റ് പേപ്പറാണ്. ഇത് റിപ്പിൾ ക്രാഫ്റ്റാണ്. നമ്മൾ ഈ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പർ. അതിൻ്റെ ബാഗ് ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇത് വീക്കറ്റ് മെഷീൻ എന്ന് പറയും. ഈ മെഷീനാണ്. ഇതിലൂടെ ഫീഡ് ചെയ്ത് ഇതിലൂടെ പ്രിൻ്റ് ചെയ്ത് ബാഗ് അതിലൂടെ പോയി ഫൈനൽ അവിടെ ബാഗ് ഫൈനൽ പ്രോഡക്റ്റായിട്ട് വരും. നമ്മൾ അവിടെ നിന്ന് ഫീഡ് ചെയ്ത് വന്ന പേപ്പർ നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ ബോട്ടം പശ ഒട്ടിക്കാനായിട്ട് എത്തിക്കുന്നത്. ഓഫ്സെറ്റ് പ്രിൻറ്റിങ് മെഷീനാണ്. ഈ പ്രിൻറ്റിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷീറ്റൊക്കെ പ്രിൻ്റ് ചെയ്യണ അതേ മെഷീൻ തന്നെ. പഴയ നോട്ടീസൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന അതേ മെഷീൻ തന്നെ. എല്ലാ മേഖലകളിലും പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പർ ബാഗ് ബിസിനസ്സിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ബിസിനസ്സിനെ ആകർഷകമാകുന്നത് കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാമെന്നതും ആർക്ക് വേണമെങ്കിലും തുടങ്ങാമെന്നുള്ളതാണ്. കുറഞ്ഞ ചെലവിൽ ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് പേപ്പർ ബാഗ് നിർമ്മാണത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പേപ്പർ ബാഗ് നിർമ്മാണം ഒരു സേവനം കൂടെയാണ്. നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലുള്ള ബിസിനസ് ആയിരുന്നാലും അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വെക്കുക. ഗവൺമെന്റോ സംഘടനകളോ നൽകുന്ന സഹായങ്ങൾ മനസ്സിലാക്കുക. മാർക്കറ്റ് പഠനം നടത്തുക. ഇത്രയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് നോക്കണ്ട. മുന്നേറുക. വിജയം ഉറപ്പാണ്.